ശുശു വാ, കുറച്ചേരം നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചിരിക്കാം. ഞാനൊരു കഥ പറഞ്ഞു തരാം. വായോ, നമുക്ക് ഒന്നിച്ചിരിക്കാൻ കുറച്ചു നേരം. ഇന്നത്തെ കഥ എന്ന് പറയുന്നത് സെക്സിനും പണത്തിനും വേണ്ടിയിട്ട് ആരെങ്കിലും നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് തിരിച്ചറിയാനുള്ള കുറച്ച് ലക്ഷണങ്ങളാണ് കേട്ടോ. ആരും ആയിക്കോട്ടെ, അതൊരു ഹസ്ബൻഡ് ആകാം, അല്ലെങ്കിൽ ലവർ ആകാം, ആരും ആകാം. അപ്പം ആ ഒരു കഥയാണ് നമ്മൾ ഇന്ന് പറയുന്നത്. അതിനു മുമ്പ് ഞാൻ നിങ്ങളെ ഒരു വീഡിയോ കാണിച്ചു തരാം. ഇത് കണ്ടോ, മനോഹരമായ ഒരു താഴ്വാരത്തിന്റെ താഴെ കൂടി അതിമനോഹരമായ ഒരു നദി ഒഴുകുന്നുണ്ടായിരുന്നു. ഉച്ച കഴിയുന്ന സമയങ്ങളിലൊക്കെ മൃഗങ്ങളെല്ലാം വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ഈ നദിയായിരുന്നു ആശ്രയിച്ചിരുന്നത്. അപ്പൊ ആ ഒരു ദിവസം നമ്മുടെ ഒരു ചെറിയ മാൻകുട്ടി അങ്ങോട്ടേക്ക് വെള്ളം കുടിക്കാൻ വേണ്ടി വന്നു. മാൻകുട്ടി വെള്ളം കുടിക്കുന്നത് കണ്ടുകൊണ്ട് തൊട്ടടുത്ത് നിന്ന ഒരു കുറുക്കൻ ഒരു ആവശ്യമില്ലാതെ മാൻകുട്ടിയെ പരിഹസിക്കാൻ തുടങ്ങി. നീ എന്ത് ചെറുതാണ്, നിനക്ക് എന്തെങ്കിലും ഒരു കഴിവുണ്ടോ? ഈ വെള്ളം കുടിക്കുക, പോയി ഇരിക്കുക, ഇതല്ലാതെ നിനക്ക് എന്തിനെങ്കിലും ഒരു കഴിവുണ്ടോ? എന്നെ പോലെ നിനക്ക് ബുദ്ധിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്റെ കുഞ്ഞെ എന്നൊക്കെ പറഞ്ഞിട്ട് തമാശയായിട്ട് ഇങ്ങനെ തമാശ പറയും പോലെ ഈ ഒരു കുറുക്കൻ ഈ മാൻകുട്ടി ഇങ്ങനെ പരിഹസിക്കാൻ തുടങ്ങി. ചുറ്റും നിന്നവരെല്ലാം, ബാക്കി മൃഗങ്ങളെല്ലാം ചിരിച്ചു. മാൻകുട്ടി ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് പോയി. പിറ്റേ ദിവസവും അതിന്റെ പിറ്റേ ദിവസവും ഒക്കെ മാൻകുട്ടി വെള്ളം കുടിക്കാൻ വരും. ഈ കുറുക്കൻ ഇതുപോലെ നിന്നിട്ട് മാൻകുട്ടിയെ പരിഹസിക്കാൻ തുടങ്ങി. ഒരു ദിവസം വലുപ്പത്തെ കുറിച്ചായിരിക്കാം, ഒരു ദിവസം കഴിവിനെ കുറിച്ചായിരിക്കാം, ഒരു ദിവസം ബാക്കിയുള്ള കാര്യങ്ങളെ കുറിച്ചായിരിക്കാം, ബുദ്ധിയെ കുറിച്ചായിരിക്കാം. ഇങ്ങനെ എല്ലാ ദിവസവും ഈ കുറുക്കൻ ഇതുപോലെ മാൻകുട്ടിയെ പരിഹസിക്കാൻ തുടങ്ങി. മനസ്സിന് നന്നായിട്ട് വേദന തോന്നുന്ന മാൻകുട്ടി ഇതെല്ലാം സഹിച്ച് ഒന്നും മിണ്ടാതെ ഈ ഒരു വെള്ളവും കുടിച്ചിട്ട് അവിടെ നിന്ന് പോകും. ദിവസങ്ങൾ കഴിഞ്ഞു, മാസങ്ങൾ കഴിഞ്ഞു, വർഷങ്ങൾ കഴിഞ്ഞു. മാൻകുട്ടി നല്ല കലമാനായിട്ട് വലിയ കൊമ്പൊക്കെ ആയിട്ട് അതിസുന്ദരനായിട്ട് വളർന്നു. എന്നാൽ കുറുക്കൻ ഈ പരിഹാസം നിർത്തുന്നതേയില്ല. എല്ലാ ദിവസവും ഓരോരോ കാരണം കണ്ടെത്തി മാൻകുട്ടി വെള്ളം കുടിക്കാൻ വരുമ്പോ എല്ലാവരും കേൾക്കെ പരിഹസിക്കും, ചുറ്റുമുള്ളവരൊക്കെ ചിരിക്കും. അങ്ങനെ സഹിച്ച് മടുത്ത് ഒരു ദിവസം ക്ഷമയുടെ നെല്ലിപ്പലകയിൽ എത്തിയ മാൻകുട്ടിയല്ല കേട്ടോ, ഇപ്പൊ കലമാനായി. കലമാൻ എന്ത് ചെയ്തെന്നറിയോ? തലയങ്ങ് താഴ്ത്തിയിട്ട് ഈ വലിയ കൊമ്പ് കൊണ്ട് കുറുക്കനെ ആ ഒരു കൊമ്പെ കോർത്ത് ദൂരേക്ക് അങ്ങ് അടിച്ചു വീഴ്ത്തി. അതിശക്തമായ വേദനയോട് കൂടിയിട്ട് നിലം പതിച്ച ഈ കുറുക്കൻ അവിടെ കിടന്ന് ഉറക്കെ കരയാൻ തുടങ്ങി. ഞാൻ വെറും ഒരു തമാശ പറഞ്ഞല്ലേ, അതിനാണോ നീ ഇങ്ങനെ ഓവർ റിയാക്ട് ചെയ്തിട്ട് ഇതുപോലെ എന്നെ അടിച്ചു വീഴ്ചത്? നിനക്കെന്താ ഒരു തമാശ പോലും മനസ്സിലാവില്ലേ? അയ്യോ, എന്നെ ഇതുപോലെ വേദനിപ്പിക്കുന്നേ കണ്ടില്ലേ? ഈ കലമാൻ ചെയ്യുന്ന കാര്യങ്ങൾ കണ്ടില്ലേ? ചുറ്റുമുള്ളവരോടെല്ലാം പറഞ്ഞിട്ട് വളരെ ഉറക്കെ കുറുക്കൻ കരയാൻ തുടങ്ങി. ചുറ്റുമുള്ളവരൊക്കെ ഇത് കണ്ടിട്ട് അവര് ചോദിച്ചു, നീ എന്താണ് ഇങ്ങനെ ഓവർ റിയാക്ട് ചെയ്യുന്നത് കലമാനെ? ഇത് കുറച്ച് കൂടുതലാണ് കേട്ടോ, നിന്റെ ഓവർ റിയാക്ഷൻ അത്ര ശരിയല്ല, ഇത്രയും അഗ്രസീവ് ആകാൻ പാടില്ല. ആ കുറുക്കൻ ഒരു ചെറിയ തമാശ പറഞ്ഞതല്ലേ ഉള്ളൂ, അതിനാണോ നീ ഇങ്ങനെ അഗ്രസീവായിട്ട് ഇത്ര ഓവർ റിയാക്ട് ചെയ്യുന്നത്? ഇത് ശരിയല്ല എന്നും പറഞ്ഞ് ചുറ്റുമുള്ളവരെല്ലാം നമ്മുടെ കലമാനെ കുറ്റപ്പെടുത്താൻ തുടങ്ങി. ഇവിടെ എന്താണ് യാഥാർത്ഥ്യം? ഒരാളുടെ ആത്മവിശ്വാസത്തെയും ആത്മാഭിമാനത്തെയും ചോദ്യം ചെയ്യുന്ന വിധത്തിൽ പറയുന്ന ഒരു തമാശയല്ല, അത് ഒരു തരം മാനസിക തന്ത്രമാണ്. അതായത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ തമാശ പറയുന്നു എന്നുള്ള രീതിയിൽ എന്നാൽ അവര് ഹർട്ട് ചെയ്യുമ്പോൾ സ്വയം അനുഭവിക്കുന്ന ഒരു ഡോപാമിൻ ഹിറ്റ്, അതിനു വേണ്ടിയിട്ട് ഇപ്പൊ മനുഷ്യരുടെ ജീവിതത്തിലാണെങ്കിലും അതിനു വേണ്ടിയിട്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാള് ഇരയുടെ മുകളിൽ എടുക്കുന്ന ഒരു തന്ത്രമാണ്. സൈക്കോളജിയിൽ ഇതിന് റിയാക്റ്റീവ് അബ്യൂസ് എന്ന് പറയും. അതായത് പ്രതികരിച്ചു കഴിയുമ്പോൾ ആദ്യം അവർ നിങ്ങളെ കുറ്റപ്പെടുത്തും, പ്രതികരിച്ചു കഴിയുമ്പോൾ അവര് നിങ്ങളെ കുറ്റക്കാരാക്കും. ഇവിടെ ഈ വീഡിയോയിൽ കാണുന്ന കുറുക്കനാണെങ്കിലും ഇത്രയും നാളുകൾ, വർഷങ്ങളോളം അതിനെ കുറ്റപ്പെടുത്തി തമാശയാണെന്നുള്ള രീതിയിൽ പറഞ്ഞ് അവസാനം നമ്മുടെ കലമാൻ പ്രതികരിച്ചു കഴിഞ്ഞപ്പോൾ വല്ലാത്ത കുറ്റപ്പെടുത്തലായി. ഒരു തമാശ പറഞ്ഞ് നിനക്ക് മനസ്സിലാവത്തില്ലേ, അതിനാണോ നീ എന്നെ ഇങ്ങനെ വേദനിപ്പിക്കുന്നത് എന്നുള്ള ആ ഒരു രീതിയിലേക്ക് അത് ടേൺ ചെയ്തു. ചുറ്റും നിന്നവർക്കെല്ലാം ആ ഒരു രീതിയിൽ തന്നെ തോന്നി. ഇതിനാണ് സൈക്കോളജിയിൽ റിയാക്റ്റീവ് അബ്യൂസ് എന്ന് പറയുന്നത്. മനുഷ്യരുടെ കാര്യത്തിൽ ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. ഒരു ഉദാഹരണം പറയാം. വളരെ ക്രിമിനൽ ആയിട്ടുള്ള, നാർസിസ്റ്റ് ആയിട്ടുള്ള, അബ്യൂസ് ആയിട്ടുള്ള ഒരു ഹസ്ബൻഡ് ഉണ്ടായിരുന്നു. സോഷ്യൽ മീഡിയ വഴി ഈ ഹസ്ബൻഡ് പല സ്ത്രീകളുമായിട്ട് ബന്ധം സ്ഥാപിക്കാൻ തുടങ്ങി. ആദ്യകാലം മുതലേ തന്നെ ഭാര്യയ്ക്ക് ഇതെല്ലാം മനസ്സിലാവുന്നുണ്ടായിരുന്നു. പോകെ അവള് റിയാക്ട് ചെയ്യാൻ തുടങ്ങി. അതോടുകൂടി ഹസ്ബൻഡ് വളരെയധികം ഓപ്പോസിറ്റ് നിന്നിട്ട് റിയാക്ട് ചെയ്യാൻ തുടങ്ങി. നീ വളരെയധികം ഓവർ തിങ്കിങ് ആണ്, നീയാണ് പറഞ്ഞ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്, നിനക്ക് ശരിക്കും പറഞ്ഞാൽ സംശയരോഗമാണ്. ആ ഒരു രീതിയിൽ ഈ ഭാര്യ ചോദ്യം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഭർത്താവ്
ശക്തമായിട്ട് നിരസിക്കാൻ തുടങ്ങി. ആദ്യമൊക്കെ ഭാര്യ അത് കുഴപ്പമില്ല, പോട്ടെ പോട്ടെ എന്ന് വെച്ചു. കാരണം ആ ബന്ധം നിലനിർത്തിക്കൊണ്ട് പോകണമെന്ന് ഭാര്യ വളരെയധികം ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഭാര്യ കുറെയൊക്കെ സഹിക്കാനും പൊറുക്കാനും ക്ഷമിക്കാനും തീരുമാനിച്ചു. പക്ഷെ ഭാര്യ ഓരോ കാലഘട്ടത്തിലും ഭർത്താവിനോട് പറയുന്നുണ്ടായിരുന്നു, എനിക്കിത് വളരെയധികം വേദനയാവുന്നു, ഇങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത്, എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ടെന്ന്. അങ്ങനെ റിയാക്ട് ചെയ്യാൻ തുടങ്ങിയതോടുകൂടി തന്നെ ഭർത്താവ് വേഗം ടേൺ ചെയ്തു. അടുത്തത്, ഇവൾ ഭയങ്കര ഇമോഷണൽ ആണ്, ഇവൾ ഭയങ്കര ഇമോഷണൽ ഡ്രാമ ക്യൂൻ ആണ് എന്നുള്ള രീതിയിലേക്കായി അയാളുടെ ഒരു സൈഡ്. പോകെ പോകെ ഭർത്താവ് വഞ്ചനയുടെ പുതിയ പുതിയ രൂപങ്ങൾ എടുത്ത് അണിയുന്നത് മനസ്സിലാക്കിയ ഭാര്യ ശക്തമായി പ്രതികരിക്കാൻ തുടങ്ങി. അതോടുകൂടി ഭർത്താവ് അടുത്ത ഒരു പോയിന്റിലേക്ക് കടന്നു. അതായത് ഇവള് ഭയങ്കര ക്രേസി തിങ്കിങ് ആണ്, ഇവൾക്ക് ഭയങ്കര സംശയരോഗമാണ്, ഇവൾക്ക് ബൈപ്പോളാർ ഡിസീസ് ആണ്, ഇവൾക്ക് നാർസിസമാണ്. ആ ഒരു രീതിയിലായി ഇങ്ങനെ റിയാക്ട് ചെയ്യുന്നത്. സൈക്കോളജിയിൽ ഇതിന് റിയാക്റ്റീവ് അബ്യൂസ് എന്ന് പറയും. അതായത് എന്തെങ്കിലും ഒരു കുറ്റങ്ങൾ കണ്ടുപിടിക്കപ്പെട്ടു അല്ലെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് റിയാക്ട് ചെയ്യാൻ തുടങ്ങുമ്പോൾ അവരെ വലിയ തോതിൽ കുറ്റക്കാരാക്കി മാറ്റുന്ന ഒരു പ്രവണത. ഇതിനാണ് റിയാക്റ്റീവ് അബ്യൂസ് എന്ന് പറയുന്നത്. മാനിപ്പുലേഷന്റെ വേറൊരു വെർഷൻ. വീണ്ടും വീണ്ടും ഭാര്യ ഇതുപോലെ ചോദ്യം ചെയ്യാൻ തുടങ്ങിയതോടുകൂടി അയാൾ വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി അവരുടെ ഫാമിലി ലൈഫിൽ. വ്യക്തമായി പ്രതികരിക്കാൻ തുടങ്ങിയതോടുകൂടി ഇയാൾ എല്ലാ കാര്യങ്ങളും മാനിപ്പുലേറ്റ് ചെയ്യാൻ തുടങ്ങി. ഇത്രയൊക്കെ മെന്റൽ സ്ട്രെങ്ത് ഉണ്ടെന്ന് പറയുന്ന ഒരു ഭാര്യ ആണെങ്കിലും ഒരുപാട് നാൾ ഇത്തരത്തിലുള്ള അബ്യൂസ്, ഗ്യാസ് ലൈറ്റിങ്, മാനിപ്പുലേഷൻ ഇത്രയുള്ള ട്രോമകളിൽ കൂടി കടന്നു പോകുമ്പോൾ അവര് മാനസികമായിട്ട് തകരാൻ തുടങ്ങും. ഒരു ഘട്ടത്തിൽ ഈ ഭാര്യയ്ക്ക് ഈ ഭർത്താവിന്റെ വഞ്ചനയുടെ ശക്തമായ തെളിവുകൾ കിട്ടി. അതോടുകൂടി ഈ ഭർത്താവിനെ ഒഴിവാക്കാൻ വേണ്ടി ഭാര്യ തീരുമാനിച്ചു. കൂടെ ഇയാളോട് തക്കതായ രീതിയിൽ പ്രതികാരം ചെയ്യണമെന്നും ഭാര്യ മനസ്സിൽ ഉറപ്പിച്ചു. ഏത് ഭാര്യയാണെങ്കിലും ഭർത്താവിന്റെ ചതിയും വഞ്ചനയും ഒക്കെ ഒരു പരിധിയിൽ കൂടുതൽ കണ്ടു കഴിയുമ്പോൾ പൊട്ടിത്തെറിക്കും, വളരെയധികം വയലന്റ് ആയിട്ട് ബിഹേവ് ചെയ്യും, വളരെ മോശമായ ലാംഗ്വേജിൽ സംസാരിക്കുകയൊക്കെ ചെയ്യും. അതോടുകൂടി ഈ ഭർത്താവ് കളം മാറ്റി ചവിട്ടി. ഇവളുടെ അഗ്രഷൻ കണ്ടോ, ഇവള് ഉപയോഗിക്കുന്ന വാക്കുകൾ കണ്ടോ, ഇവള് കണ്ടോ ഈ ഒരു രീതിയിലാണ് ഇവള് റിയാക്ട് ചെയ്യുന്നത്, ഇവൾക്ക് ശരിക്കും പ്രശ്നമുണ്ട്. ആ ഒരു രീതിയിലേക്ക് അയാൾ എല്ലാവരെയും മാനിപ്പുലേറ്റ് ചെയ്യാൻ തുടങ്ങി. ഇതുപോലെ അഗ്രസീവ് ആയിട്ടുള്ള ഇവളുടെ കൂടെ എങ്ങനെ ജീവിക്കും, ഞാനൊരു പാവ ഇര മാത്രമായിരുന്നു, എനിക്കിനി ഇവളുടെ കൂടെ ജീവിക്കാൻ പറ്റത്തില്ല എന്നുള്ള ഒരു രീതിയിലേക്ക് ഞാനിനി രക്ഷപ്പെട്ട് പോവുകയാണ്. ആ ഒരു രീതിയിലേക്ക് എല്ലാവരെയും അറിയിക്കാൻ വേണ്ടിയിട്ട് ഈ അബ്യൂസ് ആയിട്ടുള്ള ഭർത്താവ് ശ്രമം തുടങ്ങി. നമ്മൾ നേരത്തെ കണ്ട വീഡിയോയിൽ കണ്ട പോലെ തന്നെ പുറമേ നിന്ന് നോക്കുന്നവർക്ക് ഇവൾ എത്രമാത്രം അഗ്രസീവ് ആയിട്ടാണ് ബിഹേവ് ചെയ്യുന്നത്, ഇവൾ എത്രമാത്രം മോശമായിട്ടാണ് പ്രതികരിക്കുന്നത്, ആ ഒരു രീതിയിൽ തന്നെയാണ് ചുറ്റുമുള്ളവർക്ക് മനസ്സിലാകുകയുള്ളൂ. കാരണം ഇത്ര കാലം ഈ ഇരയാക്കപ്പെട്ട ഈ ഒരു സ്ത്രീ അനുഭവിച്ചിരുന്ന മാനസിക വ്യതകള്, അവള് കടന്നുപോയ ട്രോമകൾ ഒന്നും പെട്ടെന്ന് കാണുന്നവർക്ക് മനസ്സിലാകത്തില്ല. ആദ്യം കാണുന്നവർക്ക് നമ്മള് കലമാനെ കുറ്റപ്പെടുത്തിയ പോലെ, നമ്മൾ വീഡിയോയിൽ കണ്ട കലമാനെ ചുറ്റുമുള്ള മൃഗങ്ങളെല്ലാം കുറ്റപ്പെടുത്തിയ പോലെ, നീ എന്തിനാണ് ഇത്രയും അഗ്രസീവ് ആകുന്നത്, നീ എന്തിനാണ് ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത്, ഈ ഒരു രീതിയിൽ തന്നെയാണ് ചുറ്റും നിൽക്കുന്നവരെല്ലാം ചോദിക്കത്തുള്ളൂ. പക്ഷെ യഥാർത്ഥത്തിൽ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ആദ്യം അയാൾ അവളെ മാനസികമായിട്ട് തകർക്കാൻ വേണ്ടിയിട്ട് ഹർട്ട് ചെയ്യുന്ന വാക്കുകളും പ്രവൃത്തികളും തുടങ്ങും. പിന്നീട് അവള് പ്രതികരിക്കാൻ തുടങ്ങുമ്പോൾ അവളെ വളരെയധികം കുറ്റക്കാരിയാക്കി അവൾക്ക് 100 രോഗങ്ങളുണ്ട് എന്ന് വരുത്തി തീർക്കാനുള്ള ഇവൾ ഇമോഷണൽ ഡ്രാമ ക്യൂൻ ആണ് എന്നുള്ള രീതിയിലേക്ക് ഇവളെ കുറിച്ച് വീണ്ടും വീണ്ടും ഹർട്ട് ചെയ്യുന്ന വിധത്തിലേക്ക് നാട്ടുകാരെയും വീട്ടുകാരെയും എല്ലാം അറിയിക്കാനുള്ള ശ്രമം തുടങ്ങും. ഇതാണ് ശരിക്കും ഒരു ടോക്സിക് റിലേഷൻഷിപ്പിൽ സംഭവിക്കുന്നത്. ഇത്തരത്തില് ടോക്സിക് റിലേഷൻഷിപ്പിൽ പെട്ടുപോകുന്ന ഏതൊരു സ്ത്രീ ആവട്ടെ അല്ലെങ്കിൽ ഏതൊരു പുരുഷനാവട്ടെ അനുഭവിക്കുന്നതിന് കയ്യും കണക്കും ഉണ്ടാവത്തില്ല. അയാൾ പറഞ്ഞു കൂട്ടിയതും ചെയ്തു കൂട്ടിയതുമായ എല്ലാ കാര്യങ്ങളും മറച്ചു വെച്ചിട്ട് അവളെ റിയാക്ട് ചെയ്യുന്ന രീതി മാത്രം എടുത്തു കാണിച്ച് അവളെ കുറ്റക്കാരിയാക്കുന്ന ഈ ഒരു മാനസിക തന്ത്രമാണ് റിയാക്റ്റീവ് അബ്യൂസ് എന്ന് പറയുന്നത്. നമ്മൾ യഥാർത്ഥത്തിൽ മനസ്സിലാക്കി വെക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. നമുക്ക് മാനസിക വേദന തരുന്ന ഒരു ചെറിയ തമാശ പോലും സത്യത്തിൽ തമാശയല്ല. അത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ മാനസിക വൈകല്യത്തിന്റെ ഇരയാകാൻ വേണ്ടിയിട്ട് നമ്മൾ അനുഭവിക്കേണ്ടി വരുന്ന ക്രൂരത മാത്രമാണ്. അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ തമാശയായിട്ട് തള്ളിക്കളയേണ്ട ഒരു കാര്യമേ അല്ല. അതായത് ചീറ്റിങ്, മാനിപ്പുലേഷൻ, ഗ്യാസ് ലൈറ്റിങ്, സൈലന്റ് ട്രീറ്റ്മെന്റ്, ഇതൊക്കെ നോർമൽ ആണ് എന്ന് ഒരിക്കലും ചിന്തിക്കാൻ പറ്റത്തില്ല. നോർമൽ ആയിട്ടുള്ള നല്ലൊരു കുടുംബ ജീവിതത്തിൽ ഇതൊന്നും ഒരു ഭാര്യ അനുഭവിക്കേണ്ട കാര്യങ്ങളല്ല. ഇത്തരത്തിൽ അബ്യൂസിന് ഇരയാക്കപ്പെടുന്നവര് മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യം, ഇത്തരത്തില് അബ്യൂസിന് ഇരയാക്കപ്പെടുമ്പോൾ അത് റിയാക്ട് ചെയ്യുക തന്നെ വേണം. പക്ഷേ നമ്മുടെ ഡിഗ്നിറ്റിയും നമ്മുടെ സേഫ്റ്റിയും നോക്കി മാത്രം വേണം നമ്മൾ റിയാക്ട് ചെയ്യേണ്ടത്.
അതായത് കൺട്രോൾ പോകുന്ന രീതിയിൽ പ്രതികരിച്ച് സ്വന്തം ജീവൻ അപകടത്തിലാക്കരുത് എന്ന് സാരം. ചില സ്ത്രീകളൊക്കെ കണ്ടിട്ടില്ലേ, ഭർത്താവ് ഒത്തിരി അബ്യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒത്തിരി ഉപദ്രവിക്കുന്നു, വേദനിപ്പിക്കുന്നു, അതുകൊണ്ട് ഞാനങ്ങ് മരിച്ചേക്കാം എന്നൊക്കെ സ്വയം തീരുമാനിച്ച് ആത്മഹത്യ ചെയ്യുകയൊക്കെ ചെയ്യുക. അപ്പൊ ഇയാളെ പോലീസ് പിടിക്കുമല്ലോ, സമൂഹം ഇയാളെ തിരിച്ചറിയുമല്ലോ എന്നൊക്കെ വിചാരിക്കുന്ന വിഡ്ഢിത്തമാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ആ ഒരു രീതിയിലല്ല നമ്മൾ പ്രതികരിക്കേണ്ടത്. അങ്ങനെ സ്വന്തം ജീവൻ അപകടത്തിലാക്കുന്ന രീതിയിലല്ല കൺട്രോൾ പോയിട്ട് നമ്മൾ പ്രതികരിക്കേണ്ടത്. ഏറ്റവും മധുരമായ രീതിയിൽ തന്നെയാണ് നമ്മൾ പ്രതികാരം ചെയ്യേണ്ടത്. അതിന് ചില സ്റ്റെപ്പുകളുണ്ട്. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ബൗണ്ടറികൾ വെക്കുക എന്നുള്ളതാണ്. ബൗണ്ടറി വെക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഇത്തരത്തിൽ നാർസിസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ അബ്യൂസ് ചെയ്യുന്ന ഒരാളുടെ ഒരു തന്ത്രം എന്ന് പറയുന്നത് തമാശയിൽ കൂടി ആയിരിക്കും തുടങ്ങുന്നത്, നമ്മളെ ഹർട്ട് ചെയ്യുക, പിന്നെ പിന്നെ അതിന്റെ ലെവൽ കൂട്ടി കൊണ്ടുവരും. അത് സെക്സ് ആയിരിക്കാം, അല്ലെങ്കിൽ പണമായിരിക്കാം, ഇതെല്ലാം അപഹരിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ വേദനിപ്പിച്ച് രസിക്കുന്നതായിരിക്കാം. ഇത്തരത്തിലൊക്കെ ചെയ്യുമ്പോൾ അവർക്കൊരു ഡോപാമിൻ ഹിറ്റ് കിട്ടുന്നുണ്ട്. അതായത് ഒരാളെ വേദനിപ്പിക്കുമ്പോൾ അതിൽ കിട്ടുന്ന ഒരു ഉന്മാദം, അതാണ് അവര് മുന്നോട്ട് നയിക്കുന്ന ഒരു ഘടകം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ അതിന് വ്യക്തമായ ഒരു ബൗണ്ടറി വെച്ച് കഴിയുമ്പോൾ, അതായത് നമ്മൾ റിയാക്ട് ചെയ്യാതിരിക്കുക. നമ്മുടെ വേദനയും കരച്ചിലുമാണ് അവരുടെ ഇന്ധനം. അപ്പൊ നമ്മൾ വേദനിപ്പിക്കുമ്പോൾ അത് നമ്മൾ ഏശുന്നില്ല എന്നുള്ള രീതിയിലാണ് നമ്മൾ ജീവിക്കേണ്ടത്, നമ്മൾ പ്രതികരിക്കേണ്ടത്. ആ ഒരു രീതിയിൽ ഇതൊന്നും എന്നെ ബാധിക്കത്തില്ല, നിങ്ങൾ അങ്ങനെയാണോ എന്നെ കുറിച്ച് ചിന്തിച്ചിരിക്കുന്നത്, നിങ്ങൾ അങ്ങനെ ചിന്തിച്ചോളൂ, എന്നെ അത് ബാധിക്കത്തില്ല, ഞാൻ അങ്ങനെ ഒരു വ്യക്തിയല്ല. ആ ഒരു രീതിയിൽ വളരെ സൗമ്യമായിട്ട് നിങ്ങൾ റെസ്പോണ്ട് ചെയ്യുമ്പോൾ ഈ പറയുന്ന നമ്മൾ അബ്യൂസ് ചെയ്യാൻ ശ്രമിക്കുന്നവർക്ക് ആ ഒരു ഡോപാമിൻ ഹിറ്റ് കിട്ടാതെയാകുന്നു, അല്ലെങ്കിൽ അവർക്ക് നമ്മുടെ വേദന കാണാൻ പറ്റാതെയാകുന്നു. അപ്പൊ അവർ ശരിക്കും പറഞ്ഞാൽ തളരുവാണ് ചെയ്യുന്നത്. ആ ഒരു രീതിയിലാണ് നമ്മൾ ബൗണ്ടറികൾ സെറ്റ് ചെയ്യേണ്ടത്. പിന്നെ നമ്മളെ സെക്ഷലി ഉപയോഗിക്കാൻ വരുമ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന, സെക്ഷലി ഉപയോഗിക്കാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നതെങ്കിൽ നമുക്കിത് താല്പര്യം ഇല്ല എന്നുള്ള രീതിയിൽ തന്നെ വ്യക്തമായിട്ട് പറയുക. ആ ഒരു രീതിയിൽ ഇനിയിപ്പോ നമ്മളെ പണമായിട്ടാണ് നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യാനും അബ്യൂസ് ചെയ്യാനും ശ്രമിക്കുന്നതെങ്കിൽ ആ ഒരു രീതിയിൽ ബൗണ്ടറികൾ വെക്കുക. ചിലവുകളൊക്കെ നിങ്ങളും കൂടി തുല്യമായിട്ട് എടുക്കണം. ഞാൻ മാത്രമല്ല ചിലവ് ചെയ്യേണ്ട. ആ ഒരു രീതിയിലേക്ക് നമ്മൾ വ്യക്തമായ ബൗണ്ടറികൾ വെക്കുക. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്രൂഫ് എല്ലാം വളരെ ക്ലിയർ ആക്കി വെക്കുക എന്നുള്ളതാണ്. ഇയാൾ നമ്മൾ അബ്യൂസ് ചെയ്യുന്ന അത് വീഡിയോ ആയിരിക്കാം, ഫോൺ സന്ദേശങ്ങളായിരിക്കാം, അല്ലെങ്കിൽ എന്താ പറയാ ഏത് രീതിയിലാണോ നമ്മൾ അബ്യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ മറ്റുള്ളവരോട് പറയുന്നത്, അവര് നമ്മളോട് തിരിച്ച് നമ്മളോട് പറയുമ്പം ആ ഒരു ഫോൺ രേഖകളായിരിക്കാം, എല്ലാം തെളിവുകളാണ്. എല്ലാ തരത്തിലുള്ള പ്രൂഫുകളും ക്ലിയർ ആക്കി വെക്കുക എന്നുള്ളതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ്. നാലാമത്തെ സ്റ്റെപ്പാണ് ഏറ്റവും പ്രധാനപ്പെട്ട, അതായത് സപ്പോർട്ടീവ് സിസ്റ്റം നേടിയെടുക്കുക എന്നുള്ളത്. അത് ആരും ആയിക്കോട്ടെ, ഫാമിലി തന്നെയുള്ളവരുടെ സപ്പോർട്ട് ആയിരിക്കാം, അല്ലെങ്കിൽ ഫ്രണ്ട്സിന്റെ ആയിരിക്കാം, അല്ലെങ്കിൽ നാട്ടുകാരുടെ ആയിരിക്കാം, വീട്ടുകാരുടെ നാട്ടുകാരുടെയോ, അല്ലെങ്കിൽ സോഷ്യൽ സപ്പോർട്ട് നമുക്ക് നേടിയെടുക്കാൻ പറ്റും. അതായത് നമ്മൾ പൊതുവേ കാണുന്ന ഒരു രീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിൽ അബ്യൂസ് ചെയ്യപ്പെടുന്ന ഇരകളെല്ലാം ഇത് നാണക്കേടാവും മാനക്കേടാവും എന്നോർത്തിട്ട് ഒരാളോട് പറയത്തില്ല. സത്യത്തിൽ അങ്ങനെ പറയാതെ ഇരിക്കല്ല വേണ്ടത്. നമുക്ക് ആകെ കിട്ടിയിരിക്കുന്ന ഒരു ജീവിതം ഇങ്ങനെ വേദനിച്ച് തീരാനുള്ളതല്ല. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ നമ്മൾ അബ്യൂസ് ചെയ്യുന്നവരുടെ യഥാർത്ഥ പിക്ചർ എന്താ എന്നുള്ളത് സത്യം പറഞ്ഞാൽ ഫ്രണ്ട്സിനോടും ഫാമിലിയോടും നാട്ടുകാരോടും വീട്ടുകാരോടും സൊസൈറ്റിയോടും നിങ്ങൾ തുറന്ന് പറയുക തന്നെ. ആറാമത്തെ സ്റ്റെപ്പാണ് അതിലും പ്രധാനപ്പെട്ടത്, അതായത് ശരിയായ സമയത്തിന് വേണ്ടി കാത്തിരിക്കുക എന്നുള്ളത്. ഈ അബ്യൂസ് ചെയ്യപ്പെടുന്ന വ്യക്തി ഒരുപാട് അനുഭവിച്ചിട്ടുണ്ടാവും, പക്ഷെ എന്നാലും ക്ഷമയോടുകൂടി ബൗണ്ടറി ഒക്കെ സെറ്റ് ചെയ്യണം. പക്ഷെ ക്ഷമയോടുകൂടി നിങ്ങൾ കാത്തിരിക്കണം ശരിയായ സമയത്തിന് വേണ്ടി. അതായത് ഇത്തരത്തിൽ നാർസിസ്റ്റ് ആയിട്ടുള്ള ക്രിമിനൽ ആയിട്ടുള്ള നമ്മൾ അബ്യൂസ് ചെയ്യുന്ന ഒരു ഭർത്താവ് ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, അത്തരത്തിലുള്ള ആള് നമ്മളെ കുറിച്ച് ചിന്തിക്കുന്നത് ഇവള് വെറും അടിമ, ഇവള് വെറും വിഡ്ഢി, ഇവൾക്കൊന്നും മനസ്സിലാകില്ല എന്നുള്ള രീതിയിൽ അയാള് സെൽഫായിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന വലിയൊരു ഇമേജ് ഉണ്ടായിരിക്കും. ഞാൻ ഭയങ്കര നല്ലവനാണ്, ഞാൻ ഭയങ്കര നല്ല പുള്ളിയാണ് എന്നുള്ള ഒരു ഇമേജ് ഉണ്ടായും എല്ലാവരും. ഇവർക്ക് വേണ്ടത് വാലിഡേഷൻ ആണ്. വാലിഡേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഇവർക്ക് ഓരോ ദിവസവും മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. എല്ലാവരും എന്നെ റെസ്പെക്ട് ചെയ്യണം, എല്ലാവരും ഞാൻ വലിയ നല്ലവനാണ്, ഭയങ്കര നല്ലവരാണ് എന്നുള്ളത് ആ ഒരു ഇമേജിലാണ് ഇവർ മുന്നോട്ട് പോകുന്നത്. ഇവർക്ക് സെൽഫ് വർത്ത് ഒട്ടും ഉണ്ടാവത്തില്ല. അപ്പൊ ഈ സെൽഫ് വർത്തും ഈ ഒരു ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തകർക്കുന്ന വിധത്തില്, സെൽഫ് ഇമേജ് തകർക്കുന്ന വിധത്തിൽ ഇവരൊരു പൊട്ടത്തരം ചെയ്യും. അത് ഈ ഒരു പ്രകൃതിയും കർമ്മയും ദൈവവും ഒക്കെ ആ ഒരു പൊട്ടത്തരത്തിലേക്ക് ഇവരെ നയിക്കും. ഇരയാക്കപ്പെടുന്ന ഒരു വ്യക്തി ഒത്തിരി വേദനകളിൽ കൂടി കടന്നു പോകുമ്പോൾ, ഇത്തരത്തിൽ അബ്യൂസിന് ഇരയാകുമ്പോൾ നമ്മൾ ഉറപ്പായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. പ്രകൃതിയും കർമ്മയും ഈ ഒരു ദൈവം എന്ന് പറയുന്ന ശക്തിയും ഈ ഒരു നാർസിസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഈ ഇത്തരം അബ്യൂസ് ചെയ്യപ്പെടുന്ന ഈ വ്യക്തിയെ കൊണ്ട് ഏറ്റവും വലിയൊരു പൊട്ടത്തരം തെളിവായിട്ട് ചെയ്തു വെപ്പിക്കും.
ആ ഒരു ശരിയായ ടൈമിൽ ഈ എല്ലാ പ്രൂഫോട് കൂടിയും തന്നെ നിങ്ങൾ ഈ തെളിവുകളെല്ലാം ശേഖരിച്ചിട്ട് ഇത് നിങ്ങൾ സൊസൈറ്റിയുടെ മുമ്പിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരുടെ മുമ്പിൽ, നിയമത്തിന്റെ മുമ്പിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയുടെ മുമ്പിൽ, ഫ്രണ്ട്സിന്റെ മുമ്പിൽ നിങ്ങൾ ഈ തെളിവ് വെക്കുക എന്നുള്ളതാണ് 6ാമത്തെ വളരെ പ്രധാനപ്പെട്ട സ്റ്റെപ്പ്. ക്ഷമയോടെ അതിനുവേണ്ടി കാത്തിരിക്കുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയ പ്രധാനം. അതോടുകൂടി ഇയാൾക്ക് സെൽഫായിട്ടുണ്ടായിരുന്ന ഒരു ഇമേജ്, നല്ലവനാണെന്നുള്ള ആ ഇത്, ഇയാൾ യഥാർത്ഥത്തിൽ ആരാണ് എന്നുള്ള പിക്ചർ ഉറപ്പായിട്ട് നിങ്ങൾ ഈ സൊസൈറ്റിയുടെ മുമ്പിലും എല്ലാവരുടെ മുമ്പിലും തുറന്നു കാണിക്കണം. അല്ലാതെ നമ്മൾ ഒരിക്കലും ഇത് മറച്ചു വെക്കുമല്ലോ വേണ്ടേ. എല്ലാവരും ചിന്തിക്കുന്നത് എനിക്ക് നാണക്കേടാവുമല്ലോ, എന്നെ എല്ലാവരും ഈ രീതിയിൽ ഇനി കാണുമല്ലോ. ഒരിക്കലും നിങ്ങൾ ആ രീതിയിലല്ല കാണുക. ഒരു പക്ഷെ നിങ്ങൾ പറയുമ്പോൾ എല്ലാവരും അത് വിശ്വസിച്ചോണമെന്നില്ല. നമ്മൾ നേരത്തെ കണ്ട വീഡിയോയിലെ പോലെ കലമാനെ കുറ്റപ്പെടുത്തിയ പോലെ ചുറ്റും നിൽക്കുന്ന 10 പേരോട് നിങ്ങൾ ഈ കാര്യങ്ങൾ, നിങ്ങൾ അനുഭവിക്കുന്ന അബ്യൂസിനെ കുറിച്ച്, ഹർട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 10 പേരിലും 3 പേരായിരിക്കും നിങ്ങളെ ഉൾക്കൊള്ളുന്നത്, മനസ്സിലാക്കുന്നത്. പക്ഷെ 7 പേരും ചിലപ്പോൾ നിങ്ങളെ കുറ്റപ്പെടുത്തും. ആയിക്കൊള്ളട്ടെ, ആ 3 പേരിൽ നിന്ന് നിങ്ങൾക്ക് ഒത്തിരി ഗൈഡ് ലൈൻ ആയിരിക്കാം, അല്ലെങ്കിൽ സപ്പോർട്ട് ആയിരിക്കാം, ഒത്തിരി ദയായിരിക്കാം, പരിഗണനയായിരിക്കാം നിങ്ങൾക്ക് ലഭിക്കും. അത് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള വലിയൊരു ഇന്ധനമായി മാറും. മാത്രമല്ല, നിങ്ങൾക്ക് മധുരമായിട്ട് പ്രതികാരം ചെയ്യാനുള്ള ഒരു അവസരമാണ്. ഇത്തരത്തിൽ ഒരുപാട് കാലം നിങ്ങൾ അബ്യൂസ് ഏറ്റി കിടക്കുമ്പോൾ ഈ ഒരു ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുടെ യഥാർത്ഥ പിക്ചർ എന്താണെന്നുള്ളത് ഈ സമൂഹത്തിന് മുമ്പിൽ തുറന്ന് കാണിക്കുക. അതിലൊരു നാണക്കേടും വിചാരിക്കേണ്ട കാര്യമില്ല. അതാണ് 6ാമത്തെ സ്റ്റെപ്പ്. വഞ്ചനയുടെ മുഖം മൂടി അണിഞ്ഞുകൊണ്ട് വളരെ നല്ലവനാണെന്നുള്ള സെൽഫ് ഇമേജ് ക്രിയേറ്റ് ചെയ്ത് സൊസൈറ്റിയെയും ആളുകളെയും എല്ലാവരെയും പറ്റിക്കുന്ന ഇത്തരം ആളുകളുടെ തലയിൽ കൊടുക്കുന്ന ആദ്യത്തെ പ്രഹരമായിരിക്കണം ക്ഷമയോടുകൂടി നിങ്ങൾ കാത്തിരുന്ന് നിങ്ങൾ മുന്നോട്ട് വെക്കുന്ന ആ വ്യക്തമായ പ്രൂഫ്. നമ്മൾ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് ഒരു പാമ്പ് കയറി വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം എന്താ ചെയ്യുക? ആദ്യം നമ്മുടെ സേഫ്റ്റി എല്ലാം നമ്മൾ റെഡിയാക്കും, നോക്കും. അതിനുശേഷം നമ്മൾ ശക്തമായിട്ടുള്ള ഒരു വടി തപ്പും. ആ ഒരു വടി എടുത്തിട്ട് നമ്മൾ പിന്നെ എന്താ ചെയ്യുന്ന? പാമ്പിന്റെ വാലയിലല്ല നമ്മൾ തലോടി വിടുക, അതിന്റെ തലയിൽ തന്നെയാണ് നമ്മൾ ശക്തമായിട്ട് പ്രഹരിക്കുക. അതേ രീതി തന്നെ ആയിരിക്കണം നമ്മൾ അബ്യൂസ് ചെയ്യുന്ന ഒരു നാർസിസ്റ്റ് ക്രിമിനലിനെതിരെ നമ്മൾ പ്രതികരിക്കേണ്ടത്. ക്ഷമയോടെ കാത്തിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ശക്തമായ തെളിവോടുകൂടി തന്നെ ഇയാള് യഥാർത്ഥത്തിൽ എന്താണെന്നുള്ളത് സൊസൈറ്റിയുടെ മുമ്പിലേക്ക് വെച്ചു കൊടുക്കുക. അതോടുകൂടി പാമ്പിന്റെ തലയിലേറ്റ പ്രഹരം പോലെ പിന്നീട് ഇഴയും നിരങ്ങും വലിയും. അല്ലാതെ വീണ്ടും ആ ഒരു സെൽഫ് ഇമേജിന്റെ പുറത്ത് ഞാൻ വളരെ നല്ലവനാണെന്നുള്ള മട്ടിൽ ആക്ട് ചെയ്ത് പിന്നീട് അയാൾക്ക് ആരെയും അബ്യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഒരു നാർസിസ്റ്റ് ക്രിമിനൽ ഒരിക്കലും ഒരടി കിട്ടിയത് കൊണ്ട് എല്ലാം മനസ്സിലാക്കി അവർക്ക് ഒരിക്കലും ഇതൊന്നും മനസ്സിലാകത്തില്ല. അതാണ്, അവർക്ക് ഇത്തരം ഒരു സോഫ്റ്റ് കോർണറോ ഒരു സിമ്പതിയോ എമ്പതിയോ ഒന്നുമില്ല. അവര് വളർന്നു വരുന്ന പ്രത്യേകതകൾ കൊണ്ടും അല്ലെങ്കിൽ അവരുടെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ടും അവരുടെ ബ്രെയിനിൽ രൂഢമൂലമായിരിക്കുന്ന ഈ ഒരു നാർസിസം, ഈ ക്രിമിനൽ മെന്റാലിറ്റി, മറ്റുള്ളവരെ അബ്യൂസ് ചെയ്യുക എന്നുള്ള ആ ക്രൂരത, അത് ഒരിക്കലും കുറഞ്ഞു പോകത്തില്ല. കൂടി വരത്തേ ഉള്ളൂ. ഡേ ബൈ ഡേ അത് കൂടത്തേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇവർക്കൊരു ഗിൽറ്റ് ഉണ്ടാകുമെന്നോ ഇവർക്കൊരു തിരിച്ചറിവ് ഉണ്ടാകുമെന്നോ ഇവരിതിന് മനസ്താപം കാണിക്കുമെന്നോ ഒന്നും വിചാരിക്കാനേ പറ്റത്തില്ല. പക്ഷേ ഇവരുടെ തലയിലേക്കുന്ന ഈ ഒരു പ്രഹരം ഉണ്ടല്ലോ, ഈ ശക്തമായ പ്രഹരം കാരണം വീണ്ടും ഇവർക്ക് ഒത്തിരി പണം ഉണ്ടാവാം, പല പല സ്ത്രീകളെ കിട്ടാം, ഇവരെല്ലാവരും അബ്യൂസ് ചെയ്യും, പലരെ ഇവര് വീണ്ടും ഇതുപോലെ ഇരയാക്കി മുന്നോട്ട് തന്നെ ഡോപാമിൻ ഹിറ്റ് നേടി തന്നെ പോകും, ചിരിച്ചുകൊണ്ട് തന്നെ ജീവിക്കും. പക്ഷേ ഒരിക്കലും ഇവരുടെ മനസ്സ് പഴയതുപോലെ ആയിരിക്കത്തില്ല. ആ ഒരു കിട്ടിയ അടിയുടെ പ്രഹരത്തിന്റെ എഫക്ട് എന്ന് ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ മനസ്സ് തുറന്ന് ഇവർക്ക് സന്തോഷിക്കാനോ ആഹ്ലാദിക്കാനോ പറ്റത്തില്ല. പക്ഷെ പുറമെ ഇവരെല്ലാം കാട്ടിക്കൂട്ടും. ഇത്രകാലം അബ്യൂസ് ചെയ്യപ്പെട്ട നമ്മൾ ഓരോരുത്തരും എടുക്കേണ്ട തീരുമാനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അബ്യൂസിൽ നിന്ന് നമ്മൾ നമ്മുടെ മനസ്സിനെ മോചിപ്പിക്കുക എന്നുള്ളതാണ്. അതായത് ഈ ടോക്സിക് റിലേഷൻഷിപ്പിൽ നിന്ന്, ഈ ഒരു ട്രോമ ബോണ്ടിൽ നിന്ന് നമ്മുടെ മനസ്സിനെ നമ്മൾ മോചിപ്പിച്ചു കഴിഞ്ഞാൽ അത് ആദ്യം അത്ര ഈസി അല്ല. ആദ്യം ഒത്തിരി സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. പക്ഷെ അത് ഏത് വ്യക്തിക്കും അത് പറ്റും. അതിൽ നിന്ന് മോചിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ കിട്ടുന്ന ഒരു സന്തോഷത്തിന് അതിരുണ്ടാവില്ല, സമാധാനത്തിന് അതിരുണ്ടാവില്ല. അപ്പൊ നമ്മൾ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി എന്നുള്ള കാര്യം മനസ്സിലാക്കി നമ്മൾ ഒത്തിരി നമ്മളെ കെയർ ചെയ്ത് സ്നേഹിച്ച് ഒത്തിരി സന്തോഷത്തോടെ സമാധാനത്തോടെ മുന്നോട്ടുള്ള ജീവിതം ചതിയനായ ഒരു ഭർത്താവിനെ ഒഴിവാക്കാൻ കാണിച്ച ധൈര്യത്തിന്റെ പുറത്ത് വീണ്ടും നമ്മുടെ ജീവിതം സന്തോഷകരമായിട്ട് മുന്നോട്ട് ജീവിക്കണം. അതാണ് ഇന്നത്തെ നമ്മുടെ കഥയുടെ ഒരു സന്ദേശം. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായങ്ങളെല്ലാം കമന്റ് സെക്ഷനിലേക്ക് എഴുതിയിടും. ബൈ ദ വേ, നമ്മൾ ഒത്തിരി പ്രൊഡക്റ്റുകൾ സെയിൽ ചെയ്യുന്നുണ്ട്. ബ്യൂട്ടി പ്രൊഡക്റ്റുകളും ഹെൽത്ത് പ്രൊഡക്റ്റുകളും സ്പൈസസും കിച്ചണിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒത്തിരി പ്രൊഡക്റ്റുകളും ചെടികളും ഓർണമെന്റ്സും നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട്. ഡ്രസ്സും ഉണ്ട്, സാരിയും ഡ്രസ്സുകളും എല്ലാം ഉണ്ട്. അപ്പൊ നിങ്ങൾ എന്റെ ഈ ഒരു വാട്സ്ആപ്പ് നമ്പറിലേക്ക് ഇപ്പൊ തന്നെ ഹായ് വിട്ടോളൂ. അല്ലെങ്കിൽ കാറ്റലോഗ് കയറി നോക്കിക്കോളൂ. ഇല്ലെങ്കിൽ www.wonderhealth
എന്ന് പറയുന്ന നമ്മുടെ വെബ്സൈറ്റിൽ കയറി നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ പ്രൊഡക്റ്റുകളിൽ കുറെ എണ്ണം കാണാം. അപ്പൊ ശരി, എന്തായാലും വാട്സപ്പിലേക്ക് വന്നോളൂ, എനിക്കിപ്പോ തന്നെ ഒരു ഹായ് വിട്ടോളൂ. അപ്പൊ ശരി, ഇനി അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ സ്റ്റേ ഹെൽത്തി. ബൈ ബൈ.